بسم الله الرحمن الرحيم قد أفلح المؤمنون الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون والذين هم للزكاة فاعلون والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين فمن ابتغى وراء ذلك فأولئك هم العادون والذين هم لأماناتهم وعهدهم راعون والذين هم لأماناتهم وعهدهم راعون والذين هم على صلاتهم يحافظون أولئك هم الوارثون الذين يرثون الفردوس هم فيها خالدون പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ മുഅ്മിനൂനിലൂടെ അല്ലാഹു വ്യക്തമായി പഠിപ്പിക്കുകയാണ്. വിശ്വാസികളെ നർത്തം വരുന്ന ഒരു സൂക്തത്തെ അഭിസംബോധന ചെയ്യുന്നത് തന്നെ അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നത് തന്നെ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ തീർച്ചയായും മുഅ്മിനീങ്ങൾ വിജയിച്ചു, മുഅ്മിനീങ്ങൾ വിജയിച്ചു. ആരാണ് മുഅ്മിൻ എന്നറിയുമോ? ആരാണ് ഈ വിജയം എന്നറിയുമോ? അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ അവർ നമസ്കാരത്തിൽ ഭയഭക്തിയുള്ളവരാണ്. അവർ അല്ലാഹുവിന്റെ മുന്നിൽ നിലകൊള്ളുമ്പോൾ അവർ ഭയത്തോടുകൂടി നിലകൊള്ളുന്നവരാണ്. പടച്ചറബിന്റെ മുന്നിലാണ് നിൽക്കുന്നത് എന്നുള്ള ബോധം അവരുടെ മനസ്സിന്റെ അകത്തളങ്ങളെ തുടികൊള്ളുന്നവരാണ്. അതുകൊണ്ട് അവരെടുക്കുന്ന അവർ ശ്രദ്ധിക്കുന്നവരാണ്. അവർ വർത്തമാനം പറയാതിരിക്കുന്നവരാ. ആവശ്യമില്ലാത്ത ഫനായും ഫസാദിലും ഏർപ്പെടാതെ വളരെ ഭയഭക്തിയോടുകൂടി പള്ളിയിലേക്ക് ഇഅ്തികാഫിന്റെ നിയ്യത്തോടുകൂടി കയറുന്നവരാണ്. ഇതിരിക്കുന്നത് പടച്ചറബിന്റെ മുന്നിലാണ്, ഞാൻ അല്ലാഹുവിന്റെ മുന്നിലാണ് നമസ്കരിക്കുന്നത് എന്നുള്ള ബോധത്തോടുകൂടിയാണ് അവൻ കൈകെട്ടുന്നത്. അല്ലാഹുവിന്റെ റസൂൽ തന്നെ പറഞ്ഞില്ലയോ, മൻ ഖാമ ഇല സ്വലാ ആരെങ്കിലും നമസ്കരിക്കാൻ വേണ്ടി നിന്നു കഴിഞ്ഞാൽ അവന് അല്ലാഹുവിന്റെ ഇടയിലുള്ള വാതിലുകളെ അല്ലാഹു തുറന്നു കൊടുക്കുകയാണ്. ഏഴാം ആകാശത്തിന്റെ വാതിലുകൾ അല്ലാഹു തുറക്കുകയാണ്. ആലമുൽ ജബറൂത്ത് മാറുകയാണ്. ആലമുൽ മലകൂത്ത് അവന്റെ മുന്നിൽ തുറക്കുകയാണ്. ആലമുൽ നാസൂത്ത് അവന്റെ മുന്നിൽ തുറക്കപ്പെടുകയാണ്. ഏഴ് ആകാശങ്ങൾക്കപ്പുറം അല്ലാഹുവിന്റെ അർശിന്റെ ഉടമസ്ഥനായ പടച്ചറബിലേക്കുള്ളതാകുന്ന എല്ലാ കവാടങ്ങളും അവന്റെ മുന്നിൽ ഇതാ തുറക്കപ്പെടുകയാണ്. ഈ ലോകത്തിന്റെ തമ്പുരാനായ, ഈ ലോകത്തിന്റെ ജഗന്നിയന്താവായ, ഈ ലോകത്തിന്റെ പരിപാലകനായ, ഈ ലോകത്തിന്റെ സർവേശ്വരനായ, ഈ ലോകത്തിന്റെ സർവാധിപതിയായ, ഈ ലോകത്തുള്ള സർവ്വജീവജാലങ്ങൾക്കും ആഹാരം നൽകുന്നവനായ കിഴക്കൻ ചക്രവാളത്തിൽ നിന്ന് സൂര്യന്റെ പ്രഭ വടവൃക്ഷങ്ങളിലെ കളഭൂജലങ്ങളെ പൊഴിച്ചുകൊണ്ട് വിദൂരങ്ങളിലേക്ക് പറന്നകന്നു പോകുന്ന പക്ഷി പറവാദികൾക്ക് മുൻ ചിന്താഗതിയല്ലാതെ അക്ഷരം നിശ്ചയിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ
താഴെയുടെയും അവന്റെയും ഇടയിലുള്ള മറ അല്ലാഹു പരിപൂർണമായി നീക്കുമത്രേ. ഒരു വ്യക്തി നമസ്കരിക്കാൻ നിൽക്കുമ്പോഴെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. നമസ്കാരത്തിൽ ഭയഭക്തി വേണേ മുഅ്മിനേ. നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഭയഭക്തിയുള്ള മുഅ്മിൻ തീർച്ചയായും വിജയിച്ചു എന്ന് വിശുദ്ധമായ ഖുർആൻ. الذين هم على صلاتهم يحافظون. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തുകൾ ഇതാ വിശദീകരിച്ചുകൊണ്ട് ഓരോന്നായി പറയുകയാണ്. തന്റെ ഗുഹ്യത്തെ അന്യരിൽ നിന്ന് സംരക്ഷിക്കുന്നതാകുന്ന സ്ത്രീ പുരുഷന്മാർ അവരും വിജയിച്ചവരാണ്. അല്ലാഹുവിന്റെ റസൂൽ ഓരോ കാര്യങ്ങൾ എടുത്തുകൊണ്ട് പറയുകയാണ്. എന്നിട്ട് പറയുന്നു വല്ലദീന ഹും ലി അമാനാതിഹിം വഅഹദിഹിം റഊൻ. ഹക്കടപാടുകളെ സൂക്ഷിക്കുന്നവരാരാണോ, ഹക്കടപാടുകളെ ശ്രദ്ധിക്കുന്നവരാരാണോ, ഏറ്റെടുത്തതാകുന്ന ദൗത്യങ്ങൾ പരിപൂർണമായി നിർവഹിക്കുന്നവരാരാണോ അവരും വിജയിച്ചു എന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ഏറ്റെടുത്ത ദൗത്യങ്ങൾ, അമാനത്തുകൾ, ഹക്കടപാടുകൾ ശ്രദ്ധിക്കണം. അത് ഇട്ടേച്ചങ്ങോട്ട് പോകാൻ പാടില്ല. ഞാൻ ഏറ്റെടുത്താണ്, നമ്മൾ റാഹത്താൻ വേണ്ടി കമ്മിറ്റിയിലൊന്ന് ഇരിപ്പിടം കിട്ടാൻ വേണ്ടി ഏറ്റെടുത്താണ്. അങ്ങനെ ആകാൻ പാടില്ല. എല്ലാ വിഷയത്തിലും വിവാഹം കഴിക്കുന്നവൻ ഭാര്യയെ പോറ്റാൻ കഴിവില്ലെങ്കിൽ നോമ്പ് പിടിച്ചു കഴിയണമെന്നാണ് വിശുദ്ധ ഇസ്ലാം. ഇത് പെണ്ണ് കെട്ടിയിട്ട് റാഹത്തായിട്ട് ഇവൻ ബേക്കൽ കോട്ടയിൽ പോയി ഇരിക്കാൻ, കടപ്പുറത്ത് പോയി ചൂണ്ടേറിഞ്ഞിട്ട് പെണ്ണിനെ അമ്മായിപ്പം പോറ്റിക്കോട്ടെ. പറ്റൂല. വിവാഹം കഴിക്കുന്നവന് കഴിവില്ലായെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചു. എന്ത് ചെയ്യണം? ചൂണ്ടയിടണം. നോമ്പ് തോറ്റണം. ഇത് വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വാപ്പാട് തേപ്പിച്ചേക്കാം, നമുക്ക് ചെലവ് കൊടുക്കണം, റാഹത്താണ്. പിന്നെ ഇവ ജോലിക്കൊന്നും പോകുന്നില്ല, ഇങ്ങനെ റാഹത്തായിട്ടിരിക്കും. മാറി ചിന്തിച്ചോ. അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്നതുപോലെയാണ് ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്ത പിന്നെ കൈയ്യട്ടിരിക്കാൻ പറ്റൂല, പണിയെടുക്കണം. ഓരോരുത്തർക്കും അവരവർക്കുള്ള ഹക്കടപാടുകൾ, അത് ഓരോരുത്തരും ഈ സദസ്സിലിരിക്കുന്ന ഓരോരുത്തരും കുടുംബനാഥനാണോ നിന്റെ കുടുംബത്തോടുള്ള ഹക്കടപാടുകൾ തീർത്തിരിക്കണം. കമ്മിറ്റി ഭാരവാഹികളാണോ പള്ളിയോടുള്ള കമ്മിറ്റി ആ ഭാരവാഹിത്വം പരിപാലനം പരിപൂർണമായി ബദ്ധശ്രദ്ധ പതിപ്പിച്ചിരിക്കണം. അങ്ങനെ പൂർത്തീകരിക്കുന്ന മുഅ്മിനീങ്ങളാണ് വിജയിച്ചവർ. പൂർത്തീകരിക്കാത്തവർ വിജയിച്ചിട്ടില്ല. അതാണ് ഖുർആൻ പറഞ്ഞതിന്റെ ആശയം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ യഅമുറുകും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ وإذا حكمتم بين الناس أن تحكموا بالعدل إن الله نعم ما يعظكم به إن الله كان سميعا بصيرا. പരിശുദ്ധമായ ഖുർആൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായും നിങ്ങളോട് കൽപ്പിക്കുന്നത് അൻതഹകുമൂ ബിൽ അദ്ൽ അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ. അല്ലയോ ഭരണകർത്താക്കളെ, പരിപാലന സമിതി അംഗങ്ങളെ, നിങ്ങളെ ഏൽപ്പിച്ച ദൗത്യം നിങ്ങൾ കൃത്യമായി നിർവഹിക്കണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. നിങ്ങളെ ഏൽപ്പിച്ച ദൗത്യം നിങ്ങൾ പരിപൂർണമായി ശ്രദ്ധിക്കണേ. ഖുർആൻ പറയാ, ചെറിയ ദൗത്യമല്ല നിങ്ങളോട് ഏൽപ്പിക്കപ്പെട്ടത്. പള്ളിയുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പള്ളിയിൽ എവിടെയെങ്കിലും ടാപ്പ് പൊട്ടിക്കിടപ്പുണ്ടോ നോക്കണം, ബാത്റൂമിലുണ്ടോ, വെള്ളം ചോരുന്നുണ്ടോ, കമ്മിറ്റിക്കാര് ശ്രദ്ധിക്കണം. എപ്പോഴും പള്ളിയായിട്ട് ബന്ധം വേണം. സദാസമയം വരണം, പള്ളിയിൽ വഖത്തിന് വരണം. നിസ്കാരം കമ്മിറ്റിയിൽ പാടില്ലല്ലോ, നിസ്കാരം വേണം, നിർബന്ധം. അതാണ് ഇതിന്റെ കണ്ടീഷൻ. കമ്മിറ്റിക്കാരനാകണമെന്നുള്ളതിൽ തന്നെ അതിന്റെ കണ്ടീഷൻ, നിയമവ്യവസ്ഥയുണ്ട്. അതിന്റെ ക്വാളിഫിക്കേഷൻ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളാരും പറയണം. പരിപാലന സമിതി അംഗങ്ങളിൽ വരണമെങ്കിൽ തന്നെയുള്ള ക്വാളിഫിക്കേഷൻ, ആ ക്വാളിഫിക്കേഷൻ ആദ്യം ഉണ്ടാക്കിയെടുക്കുക. അതില്ലാത്തവർ അസ്സലാമു അലൈക്കും നമുക്കിത് പറ്റുന്ന പണിയല്ല എന്ന് പറഞ്ഞവര് പോകും. എന്താണ് ക്വാളിഫിക്കേഷൻ? വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ്, ഇന്നമാ യഅമുറു മസാജിദല്ലാഹ്,
മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വഅഖാമ الصلاة وآتى الزكاة ولم يخش إلا الله فعسى أولئك أن يكونوا من المهتدين. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ തൗബയിലൂടെ അല്ലാഹു ഉറപ്പെടുത്തുകയാണ്, ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹ്, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പള്ളി പരിപാലിക്കാൻ അർഹരായവർ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിനെ കൊണ്ടും അന്ത്യനാളിനെ കൊണ്ടും വിശ്വാസമുള്ളവർക്ക് മാത്രമാണ് പള്ളിയുടെ പരിപാലനം പറ്റുന്നത് എന്ന് വിശുദ്ധമായ ഖുർആൻ. ചില മക്ബറകളുള്ള പള്ളി ഉണ്ടാകും, അതുപോലെ കോംപ്ലക്സുകൾ ഉള്ളതാകുന്ന പള്ളി കമ്മിറ്റിക്കാരുണ്ടാകും. പൈസ എടുത്തിട്ട് റാഹത്തായിട്ട് റോൾ ചെയ്യാം, കുറച്ചൊരു 10 ലക്ഷം എടുത്തിട്ട് അല്ലെങ്കിൽ 20 ലക്ഷം എടുത്തിട്ട് കുറച്ച് ഇങ്ങോട്ട് മറിച്ച് മകന്റെ കല്യാണത്തിന് ചെലവഴിച്ച് ഒക്കെ പിന്നെ കുറച്ച് കഴിയുമ്പോൾ കണക്ക് വയ്ക്കുമ്പോൾ തിരിച്ചു വെച്ചാൽ മതി. ആ പരിപാടിയൊന്നും പറ്റൂല. അതാണ് മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കണം, അന്ത്യദിനത്തിലും വിശ്വാസം വേണം. പടച്ച റബ്ബിന്റെ അടുത്ത് നാളെ പിടുത്തം വീഴുമെന്നുള്ളൊരു ബോധമുള്ളവനെ പള്ളി കമ്മിറ്റിക്കാരിക്കുള്ളൂ. ഇന്നമ എന്ന് പറഞ്ഞാൽ അതിന്റെ ഹസ്ർ താലിയുടെ താലിയിലാണ്. എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതാകുന്ന ഓരോ ഘടകങ്ങളിലും ഉൾപ്പെടണം. ഇങ്ങനെ ഉള്ളവർക്ക് മാത്രമാണ് അള്ളാഹുവിന്റെ പള്ളിയെ പരിപാലിക്കാൻ അർഹത എന്നർത്ഥം. അള്ളാഹുവിനും വിശ്വാസം വേണം, അന്ത്യദിനത്തിനും വിശ്വാസം വേണം. അങ്ങനത്തെ ഒരുത്തനെ പള്ളി കമ്മിറ്റിയിൽ ഇരിക്കാൻ അർഹതയുള്ളൂ. തീർന്നില്ല, വീണ്ടും ഉണ്ട് നിയമം. അത് പഠിക്കണ്ടേ? നമ്മുടെ പള്ളി മാത്രമല്ല കേട്ടോ. ഇപ്പൊ പള്ളിയോട് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഞാൻ മഹല്ല് പരിപാലനം എന്നുള്ള വിഷയമായിട്ട് അങ്ങനെ അങ്ങോട്ട് പറഞ്ഞതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുന്നവരോട് ഉത്സാഹം അവരെന്ത് പറയാം, അങ്ങനെ ഇത് എല്ലാ മഹല്ല് കമ്മിറ്റിക്കും ഉൾപ്പെടാൻ വേണ്ടി ലൈവല്ലേ, പേര് കേൾക്കട്ടെ, എല്ലായിടത്തും എത്തണ്ടേ. ഇതൊക്കെ ദീനല്ലേ, ജനങ്ങൾക്ക് പഠിക്കണ്ടേ, അറിവെത്തണ്ടേ ജനങ്ങൾക്ക്. ലോകത്തുള്ള എല്ലാ മഹല്ല് സമിതികളും ഈ വിഷയത്തിലാണ്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്, പഠിക്കേണ്ട വിഷയമാണ്. ഖുർആനല്ലേ, ഈ ഖുർആൻ ആയത്തുകൾ അവിടെ കടന്നാൽ മതി. നമ്മൾ പഠിക്കണ്ടേ, സമൂഹം മനസ്സിലാക്കണ്ടേ, ആരാണ് പള്ളി പരിപാലിക്കേണ്ടവർ, അവരുടെ ഉത്തരവാദിത്വം എന്ത് മനസ്സിലാക്കണം നമ്മൾ. നമസ്കാരം 5 വഖത്ത് പരിപൂർണമായി നിർവഹിക്കുന്നവർക്ക് മാത്രമാണ് പള്ളിയുടെ പരിപാലനം പറ്റുക എന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാതെ ജുമായിക്ക് മാത്രം നമ്മളിവിടെ എത്തിയിട്ടുണ്ട്, പിന്നെ കാണുന്നില്ല ആ പരിപാടി. 5 വഖത്ത് ഒന്നാമത്തെ സഫിൽ അവിടെ കാണും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അവിടെ ശരിയാകുക. നമസ്കാരം കൃത്യമായി നിലനിർത്തുന്ന ആൾ. ഇഖാമത്ത് എന്ന് പറഞ്ഞാൽ എന്താ? കറക്റ്റ് ആയിട്ട്, അക്യുറേറ്റ് ആയിട്ട്, കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുന്നവർ, അതാണ് ഇഖാമത്ത്. നിലനിർത്താൻ കറക്റ്റ് ആയിട്ട് നിലനിർത്തുക. സമയം ഒന്നും അങ്ങോട്ടോ തെന്നി മാറുന്നില്ല. അങ്ങനെ തന്നെയാണല്ലോ ഇഖാമത്ത് കൊടുക്കാൻ. നമ്മള് പള്ളിയിലെ ഇഖാമത്ത് കൊടുക്കാൻ മോദിനെ കണ്ടില്ല, ശമ്പളം തന്നെ കേട്ടാ, അത് നമ്മുടെ പരിപാടി. നമ്മൾ ആ വിഷയത്തിൽ കറക്റ്റ് ആയിട്ട് അവിടെ നിൽക്കേണ്ട ആൾക്കാർ നോക്കാം. ഇഖാമത്ത് കറക്റ്റ് തമിഴ് വേണം. എന്നതുപോലെയാണ് അതേ വാക്ക് തന്നെ അല്ലാഹു ഉപയോഗിച്ചു. നമസ്കാരം അക്യുറേറ്റ് ആയിരിക്കണം. നമസ്കാരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധിക്കാൻ പാടില്ല, കറക്റ്റ് ആയിട്ട് നിസ്കരിക്കണം. തീർന്നില്ല, വർഷാവർഷം കണക്കെടുത്തിട്ട് തന്റെ സമ്പത്തിൽ നിന്നും തന്റെ കച്ചവടത്തിൽ നിന്നും പാവപ്പെട്ടവർക്ക് കൊടുക്കേണ്ട വിഹിതം കൃത്യമായി കൊടുത്തിരിക്കണം. പള്ളി കമ്മിറ്റിയിൽ അധികാരം പറ്റാൻ സക്കാത്ത് കൊടുക്കണം. സക്കാത്ത് ചോദിക്കുമ്പോൾ മറ്റുള്ളവരോട് ചോദിക്കുക, കാര്യം കൊടുക്കാറുണ്ട്, വല്ലതും കൊടുത്തായിരുന്നു. സക്കാത്ത് ആദ്യം ഇവിടെ വിഷയം കൊടുക്കണം. അതാ പറഞ്ഞത്, സക്കാത്ത് കൊടുക്കുന്നവനായിരിക്കണം. സക്കാത്തില്ലാത്തൊരു പാവം പിടിച്ചവനാണ് പള്ളി കമ്മിറ്റിയിലുള്ളത്, പ്രസിഡന്റ് ആയതല്ലേ സെക്രട്ടറി ആയത് വിഷയമില്ല. സമ്പന്നൻ അവന്റെ സമ്പത്തിന്റെ സക്കാത്ത് കൊടുക്കണം. കറൻസിയുടെ സക്കാത്ത് ഉണ്ട്. ഫിത്ർ സക്കാത്ത് മറ്റേ 2.5 കിലോ അരി കൊടുക്കുന്ന കാര്യമല്ല ഈ പറയുന്നത്, അതെല്ലാരും കൊടുക്കുന്നതാണ്. ആകെ അത് മാത്രം വീട്ടിലുള്ള 5 പേരെ കണക്കാക്കിയിട്ട് 12.5 കിലോ അരി കൊണ്ട് കൊടുത്തേക്കും. അതല്ല ഈ പറയുന്നത്.
അത് ശരീരത്തിന്റെ സക്കാത്താണ്. അത് നോമ്പിലുള്ള എന്തെങ്കിലും വിഷയങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി പരിഹരിക്കാൻ വേണ്ടിയുള്ളതാണ് ഫിത്ർ സക്കാത്ത്. അതല്ല സമ്പത്തിന്റെ സക്കാത്ത് ഉണ്ട്, കച്ചവടത്തിന്റെ സക്കാത്ത് ഉണ്ട്. അതൊക്കെ വർഷാവർഷം കണക്കെടുത്തിട്ട് ഇത്ര രൂപയാകുമ്പോൾ എന്റെ നിസാബുണ്ട്, ആ തുക എത്തിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് സക്കാത്ത് കൊടുക്കണം. സ്വർണത്തിന്റെ സക്കാത്ത് ഉണ്ട്, വെള്ളിയുടെ സക്കാത്ത് ഉണ്ട്, കൊടുക്കണം. അതൊക്കെ കൊടുക്കുന്നവനാണ് പള്ളി കമ്മിറ്റിയിൽ ഇരിക്കാൻ അർഹനെന്ന് വിശുദ്ധമായ ഖുർആൻ പറയാൻ. തീർന്നില്ല. വലം യഖ്ശ ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ അല്ലാതെ ലോകത്തൊരു വസ്തുവിനെയും അവർ ഭയപ്പെടാൻ പാടില്ല. ലോകത്ത് അല്ലാതെ വേറൊരു മഖ്ലൂക്കിനെയും പേടിക്കാൻ പാടില്ല. ഒരു നിയമം ഒരു പാസ്സാക്കിയ പള്ളി കമ്മിറ്റിയിൽ പാസ്സായി കഴിഞ്ഞാൽ പിന്നെ അതിനെ ചോദ്യം ചെയ്യാൻ വരുത്തും വരണ്ട. പാസ്സാക്കുന്നത് നല്ല നിയമമായിരിക്കണം, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ആകാനും പാടില്ല. വേറെ വിഷയം. അല്ലാഹ് അല്ലാതെ ഒരു ഒലപ്പാമ്പിനെയും കാണിച്ച് ഇവിടെ പേടിപ്പിക്കണ്ട, വേറൊരാളെ പറഞ്ഞിട്ട് പേടിപ്പിക്കണ്ട. അള്ളാന്റെ വിഷയം വരുമ്പോ പേടിക്കും വേണം. അതാണ് പറയുന്നത് വലം യഖ്ശ ഇല്ലല്ലാഹ്, അല്ലാഹുവിനല്ലാതെ വേറെ ആരെയും പേടിക്കണ്ട. റബ്ബിന്റെ വിഷയത്തിൽ നിങ്ങൾ ഈ കാര്യം ചെയ്തത് തെറ്റാണെന്ന് പറയുകയാണെങ്കിൽ ആ വിഷയം ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കണം. പടച്ചവന്റെ പൊരുത്തത്തിന് മാത്രം നിലകൊള്ളുക. ചെയ്യുന്നതൊക്കെ പടച്ച റബ്ബിന്റെ പൊരുത്തം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെ ചെയ്തു നോക്കിയേ. എങ്കിലോ എങ്കിൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ, അല്ലാഹുവിനെയും അന്ത്യദിനത്തെയും വിശ്വസിച്ചുകൊണ്ട് നമസ്കാരം നിലനിർത്തുന്ന ആളുകൾ, സക്കാത്ത് കൊടുക്കുന്ന ആളുകൾ, പടച്ച റബ്ബിനെ അല്ലാതെ ലോകത്തൊരു വ്യക്തിയെയും ഭയക്കാതെ ദീനിനു വേണ്ടി ഖിദ്മത്ത് എടുക്കുന്ന സേവനം ചെയ്യുന്ന നല്ല പരിപാലക സമിതി അംഗങ്ങളുണ്ടോ? അവർ തീർച്ചയായും സന്മാർഗത്തിൽ ഉൾപ്പെടുമെന്ന് വിശുദ്ധമായ ഖുർആൻ. അവർ ഉറപ്പായിട്ടും സന്മാർഗം ശ്രദ്ധിക്കും. ഖുർആനിൽ ഇങ്ങനത്തെ ചില പദങ്ങളുണ്ട്. ആയേക്കാം, അസ എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ നമ്മൾ ഖുർആനിലെ മറ്റുള്ള എവിടെയെങ്കിലും കണ്ടാൽ ആയേക്കാം എന്നാണ് അറബി ഭാഷ അതിനർത്ഥം വെക്കുക. പക്ഷെ ഖുർആനിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ലഅല്ല, അതുപോലെ അസ ഒക്കെ തുടങ്ങുന്ന പദം വന്നു കഴിഞ്ഞാൽ ലിത്തഹ്ഖീഖി, അത് ഉറപ്പായിട്ടും അവർ ഹിദായത്ത് സിദ്ധിക്കുമെന്നാണ് അതിന്റെ അർത്ഥമെന്ന് ഇമാം താജുദ്ദീൻ സുബ്കി റഹിമഹുല്ലാഹ് ജമ്മുൽ ജവാമിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഉറപ്പായിട്ടും ഒരു ഹിദായത്ത് കൊടുക്കും, ഒരു ഹിദായത്ത് സിദ്ധിച്ചവരാകും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ. പള്ളി പരിപാലിച്ച് ഈ രീതിയിൽ നിലകൊണ്ടാൽ കിട്ടുന്ന ഗുണം എന്താ? ഹിദായത്ത് കിട്ടും. ഈ ഹിദായത്താണ് നമ്മൾ 5 വഖത്ത് നിസ്കാരത്തിൽ അല്ലാഹുവിനോട് ചോദിക്കുന്നത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം ചോദിക്കുന്നില്ലേ നിസ്കാരത്തിൽ? ഫാത്തിഹ സൂറത്തിൽ മുഅ്മിനീങ്ങൾ ചെയ്യുന്നതാകുന്ന നമസ്കാരത്തിലുള്ളതാകുന്ന ആകെയുള്ള പ്രാർത്ഥന അത് മാത്രമാണ്. അതുകൊണ്ടാണ് ഇമാം ബൈളാവി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ തഫ്സീറാകുന്ന അൻവാറുത് തൻസീൽ വ അസ്റാറുത് തഅ്വീൽ എന്ന് പറയുന്ന മനോഹരമാകുന്ന തഫ്സീർ ബൈളാവിയിൽ അദ്ദേഹം ആമുഖത്തിൽ കൊടുക്കുന്നു, വിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ഒരു പേര് കൂടിയുണ്ട്, സൂറത്തുൽ ദുആഇ. ഇത് പ്രാർത്ഥനയുടെ സൂക്തമാണ്. ഖുർആൻ എന്ന പേരുണ്ട്. ഈ സൂറത്തിന് തന്നെ ഉമ്മുൽ ഖുർആൻ എന്നുണ്ട്. വിശുദ്ധമായ ഖുർആനിന്റെ ഉമ്മയാണെന്നുള്ള അർത്ഥമുണ്ട്. സൂറത്തുൽ ഫാത്തിഹ മറ്റൊരു നാമമാണ്. ഇതുപോലെ ഒരുപാട് നാമങ്ങളുടെ കൂട്ടത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തി ഈ ദുആ, ഈ സൂറത്തിന്റെ പേര് സൂറത്തുൽ ദുആഇ, പ്രാർത്ഥനയുടെ സൂക്തമാണ്. ഏതാ പ്രാർത്ഥന? الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ആമീൻ. അവിടെ ആമീൻ പറയുമ്പോൾ നമ്മൾ എവിടെയാ നീട്ടേണ്ടത്? ആമീൻ. ആ മീമിന്റെ എവിടെ നീട്ടേണ്ടത്? ഞാൻ പറയാൻ കാരണം ഇന്നിപ്പോ മഗ്‌രിബിന് ഇമാം വന്നപ്പോൾ എല്ലാവരും ആ നീട്ടിക്കൊള്ളുക. പിന്നെ സൂറത്ത് തീരാറായപ്പോഴാണ് മീം. എവിടെ നീട്ടേണ്ടത്? എവിടെയാണ്? ആമീൻ. ആമീന്റെ എവിടെ കേട്ടോ? ഒന്ന് പറഞ്ഞേ, ഒന്ന് പറഞ്ഞേ. വലദ്ദാലീൻ. ആടവിടെ കുറച്ച് ആമീൻ ആമീൻ. ഒന്ന് പറഞ്ഞേ, ഒന്നുകൂടി. ആമീൻ. നമ്മൾ
പറഞ്ഞു പഠിക്കണം. ഇതൊക്കെ എപ്പോ പഠിക്കാൻ? 90 വയസ്സായി, തീരാറായി, ഇതിലോട്ട് കാലം കിട്ടിയിരിക്കും. ഇപ്പോഴും ആമീൻ ശരിയായിട്ടില്ല. നമ്മൾ തന്നെ എന്ന് റെഡിയാവും. ഇത് പഠിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മൾ ഓരോ തെറ്റുകൾ വരുമ്പോൾ ജീവിതത്തിലാണ് അപ്പോൾ മാറ്റി അങ്ങോട്ട് പോയാൽ പിന്നെ റാഹത്താവും. അടുത്ത തലമുറ റെഡിയാവും. അൽഹംദുലില്ലാഹ് ഒരു കാര്യത്തിൽ നിങ്ങൾ വളരെ റാഹത്താണ്. കാരണം ഇമാമത്ത് നിൽക്കുന്നവർക്ക് വലിയ സന്തോഷം വരും. നിങ്ങളുടെ ആമീൻ അങ്ങോട്ട് കേട്ട് കഴിയുമ്പോൾ തന്നെ അങ്ങനെ വേണം, നല്ല ശബ്ദത്തിൽ. ഇതാ അമ്മനിൽ ഇമാമു ഫഖൂലു ആമീൻ. ഇമാം ആമീൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിനോടൊപ്പം എന്ത് വേണം? ആമീൻ ഉറക്കെ പറയണേ എന്നാണ് സയ്യിദുനാ റസൂലുള്ളാഹി. ചില പള്ളിയിൽ ചെന്നാൽ പിന്നെ അല്ലാഹു ആമീൻ കേൾക്കുന്നേ ഇല്ല. അങ്ങനെ ഒപ്പം ആമീൻ പറഞ്ഞാൽ മലക്കുകളുടെ ആമീൻ അതിനോടൊപ്പം തന്നെ ചേർന്ന് വന്നാൽ രക്ഷപ്പെട്ടു. വജബത്തു ലഹും, അവർക്ക് ഉത്തരം ലഭിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പോൾ ദുആ ഇത് ഇവിടെ മുതലാണ്? ഫാത്തിഹ സൂറത്തിൽ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന് തുടങ്ങുന്നത് മുതൽക്കാണ് ദുആ. അത് പറയാനാണ് ഞാൻ അവിടെ മുതലാ ദുആ. അതുകൊണ്ടാണ് ഈ സൂറത്തിന് എന്ത് കിട്ടിയത്? സൂറത്ത് ദുആ, ഈ പ്രാർത്ഥനയുടെ സൂക്തം എന്ന് കിട്ടിയത്. ഈ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന് ഒരു ദിവസം മുഅ്മിനീങ്ങളാകുന്ന നമ്മൾ ഫർദ് നമസ്കാരത്തിൽ തന്നെ എത്ര വട്ടം ചോദിക്കുന്നുണ്ട്? 17 റക്അത്താണ് 5 വഖത്ത് നമസ്കാരം. സുബഹി 2 മുതൽ അങ്ങനെ കണക്കാക്കിയാൽ മതി. സുബഹി 2, ളുഹർ 4, അങ്ങനെ ഫർദിൽ തന്നെ മൊത്തം 17 റക്അത്താണ്. 17 വട്ടം ചോദിക്കുന്നുണ്ട്. സുന്നത്ത് നമസ്കാരം കൂട്ടിയാൽ എത്രയായി? ഈ ചോദിക്കുന്നത് മുഴുവനും കിട്ടും ആർക്ക്? പള്ളി കൃത്യമായി പരിപാലനം എടുക്കുന്ന ആൾക്ക്. അവൻ ആരായിരിക്കണം? ഈ ക്വാളിറ്റി ഉണ്ടായിരിക്കണം. മനസ്സിലായോ? പള്ളി കമ്മിറ്റിക്കാർ നിസ്സാരക്കാരല്ല, അവർക്ക് കിട്ടുന്ന ക്വാളിഫിക്കേഷൻ പറയാണ്. ഈ ക്വാളിഫിക്കേഷനിലൂടെ അവർ കൃത്യമായി പോയാൽ അവർ സന്മാർഗം സിദ്ധിച്ച, ഹിദായത്ത് സിദ്ധിച്ച ആളുകൾ ഉൾപ്പെടും എന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തണം. അപ്പൊ പരിപാലനം നമ്മൾ നിസ്സാരമായി കാണണ്ട, വലിയ കൂലി കിട്ടുന്ന കാര്യമാണ്. അവർക്ക് കിട്ടുന്ന ശ്രേഷ്ഠത ചെറുതല്ല. ഹിദായത്ത് സ്വീകരിച്ചവരായി മാറുമെന്ന് വിശുദ്ധമായ ഖുർആൻ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അമാനത്തില്ലാതെ ആരെങ്കിലും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായും അവൻ ഈമാനില്ലാത്തവനായി പോകുമത്രേ. അമാനത്ത്, ഈ ഏൽപ്പിക്കപ്പെട്ട ദൗത്യം പരിപൂർണമായി നിർവഹിക്കാതിരുന്നാൽ അവൻ ആരാകും? ഈമാനില്ലാത്തവനാകും. നിർവഹിച്ചാലോ അവൻ ഹിദായത്ത് സിദ്ധിച്ചവനാകും. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു വലാ ദീന ലിമൻ ലാ അഹ്ദ ലഹു. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുൾ ചെയ്യുകയാണ്, ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു. ഹക്കടപാടുകൾ സൂക്ഷിക്കാതെ പോകുന്നവരെ, നിലനിർത്താതെ ശ്രദ്ധിക്കാതെ പോകുന്നവരെ, ഈമാനില്ലാത്ത വിഭാഗത്തിലാണ് നിങ്ങൾ ഉൾപ്പെടുന്നത് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. കച്ചവടം ചെയ്യുന്ന സഹോദരങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്നുണ്ട് എങ്കിൽ ആ കച്ചവടത്തിൽ നിനക്ക് ഹക്കടപാടുണ്ട്, അത് ശ്രദ്ധിക്കേണ്ടതാണ്. മാതാപിതാക്കളെ ശ്രദ്ധിക്കൽ മക്കളുടെ ഹക്കടപാടുകളാണ്. അവർക്ക് വേണ്ടുന്ന ശുശ്രൂഷകൾ നൽകൽ നിങ്ങളുടെ അമാനത്താണ്. അത് ശ്രദ്ധിക്കാതെ പോയാൽ ലാ ഈമാന, ഈമാനില്ലാത്തവനാകുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. പ്രായാധിക്യം ചെന്നതാകുന്ന മാതാപിതാക്കൾ വീട്ടിലുണ്ടായിരിക്കെ അവരെ അശ്രദ്ധരായി പോകുന്ന മക്കളില്ലയോ? അവരെ ചീത്ത വിളിക്കുന്നവരില്ലയോ? അവരെ ശകാരിക്കുന്നവരില്ലയോ? അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ ക്രൂശിക്കുന്നതാകുന്ന മക്കളില്ലയോ? ആ മാതാപിതാക്കളെ നോക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടുകൊണ്ട് തട്ടുന്നതാകുന്ന സമ്പന്ന പ്രഭുക്കളായ മക്കളില്ലയോ? ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഈമാനില്ലാത്ത വിഭാഗമാണ് സ്വന്തം ഭാര്യയോടുള്ള കടമകൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഭർത്താവിനോടുള്ള കടമകൾ ശ്രദ്ധിക്കാതെ പോകുന്ന പെങ്ങളെ, ഈമാനില്ലാത്തവളാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. പള്ളിയുടെ പരിപാലനം ഏറ്റെടുത്തുകൊണ്ട് കറങ്ങുന്ന കസേരയിലേക്കുന്നതാകുന്ന കമ്മിറ്റി ഭാരവാഹികളെ പഠിച്ചു വെക്കണേ. അല്ലാഹുവിന്റെ റസൂലിന്റെ
അധ്യാപനമാണ്. പള്ളിയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. ഇമാമിന്റെ കാര്യങ്ങൾ ഗൗരവത്തിൽ കാണണേ. ദറസുള്ളതാകുന്ന രംഗമാണ് എങ്കിൽ ആ മുദരിസിന്റെ കാര്യങ്ങൾ, അവിടെ പഠിക്കുന്ന കുട്ടികളുടെ കാര്യങ്ങൾ, അവർക്ക് ഭക്ഷണം കിട്ടുന്നുണ്ടോ, അവർക്ക് പാർപ്പിട സൗകര്യങ്ങളുണ്ടോ, പള്ളിയിൽ നമസ്കരിക്കാൻ വരുന്നവർക്ക് വായുണ്ടോ, വെളിച്ചമുണ്ടോ, അവർക്ക് ഫാനിന്റെ കാറ്റ് കൃത്യമായി കിട്ടുന്നുണ്ടോ, എയർ കണ്ടീഷൻ ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്തെങ്കിലും കേടുപാടായിട്ടുണ്ടോ, പെയിന്റിന് എന്തെങ്കിലും ശമനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർക്കാനുള്ള സാമ്പത്തിക ശേഷിയുണ്ടോ, ഇല്ലെങ്കിൽ അത് പിരിക്കാൻ നീ മുന്നിട്ടിറങ്ങണേ. കിട്ടുന്ന പൈസ എണ്ണിവെക്കൽ മാത്രമല്ല നിന്റെ ഉത്തരവാദിത്വം. നീ അള്ളാന്റെ ദീനിന് വേണ്ടി ഇറങ്ങണേ, ഇറങ്ങണേ. അള്ളാന്റെ റസൂൽ പറയുകയാണ്, ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് ആ ഉത്തരവാദിത്വം നിർവഹിക്കാത്ത ആളുകൾ ലാ ഈമാൻ, അവൻ യഥാർത്ഥ വിശ്വാസിയല്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. തീർന്നില്ല, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വലാ ദീന ലിമൻ ലാ അഹദ ലഹു. കരാറ് ചെയ്യുന്നവരെ വാളിന്റെ സദസ്സിൽ എഴുന്നേറ്റിരുന്നുകൊണ്ട് ഞാൻ 6666 പള്ളിക്ക് വേണ്ടി കൊടുക്കാം, മദ്രസയ്ക്ക് വേണ്ടി കൊടുക്കാം, ദീനിന് വേണ്ടി കൊടുക്കാം, ഇന്നടത്ത് ഷീറ്റിടുന്നതിന് കൊടുക്കാം, ഇന്ന ടെറസിന് വേണ്ടി കൊടുക്കാം, പള്ളിയുടെ മിനാര പണിയുന്നതിന് വേണ്ടി കൊടുക്കാം, മൂത്രപ്പുര വികസിപ്പിക്കുന്നതിന് വേണ്ടി കൊടുക്കാം, ടൈല് മാറുന്നതിന് വേണ്ടി കൊടുക്കാമെന്നൊക്കെ വാഗ്ദാനത്തിന്റെ പെരുമറയിട്ടുകൊണ്ട് മുങ്ങി നടക്കുന്ന ആളുകളെ വലാ ദീന ലിമൻ ലാ അഹ്ദല, കരാറ് പൂർത്തീകരിക്കാത്തവന് ദീനില്ല, ദീനിൽ പെട്ടവനല്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. 6066 പേര് ഇന്നത് കേട്ട ഹാജി ദുആ എല്ലാം ചെയ്ത് ഹാജിയാരെ സ്വർഗ്ഗത്തിൽ എത്തിച്ചു. ഹാജിയാർ വാദം കഴിഞ്ഞു പോയി. പിറ്റേ ദിവസം ശരിയാണ് ഹാജിയാർ ഇന്നലത്തെ ആവേശത്തിൽ പറഞ്ഞു പോയതാണ്. അടുത്ത ആഴ്ച അവൻ ദീനില്ലാത്തവനാണ്. സയ്യിദുനാ റസൂലുള്ളാഹി ഗൗരവത്തിൽ മനസ്സിലാക്കണ്ടേ, കൊടുക്ക. അവൻ നാളെ മുതൽ കൈവക്കണ്ട, റാഹത്തായി. അത് വേറെ ശിക്ഷയാണ്. അതിനടുത്ത കൈവെക്കുന്നോണ്ടല്ലേ കട്ടിക്കടിച്ച് അനങ്ങാതിരുന്നാ പോരെ. പാരമ്പര്യമായിട്ട് ഞങ്ങൾക്ക് കിട്ടി വന്നിരുന്ന അതാണ്. കുറച്ചൊക്കെ ആയത്തോന്നിയപ്പോ കൈവക്കി പോയതാണ്. അപ്പൊ അത് വലിയ വിഷയമെങ്കിൽ നാളെ മുതൽ കൈവക്കാതിരിക്കാം. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും, അങ്ങനെ ചിന്തിക്കുന്നുണ്ടാ പിന്നെ ഇടങ്ങേറുണ്ട്. ആകെ ഇടങ്ങേറ്. കരാറ് ചെയ്തിട്ടത് പൊളിക്കുന്നവരെ, കരാറ് ചെയ്തിട്ടത് പൊളിക്കുന്നവരെ, ഞാൻ നിനക്കത് ചെയ്തു തരാം, ഞാൻ നിനക്കൊരു 10,000 തരാം, ഞാൻ നിനക്കൊരു കാർ വാങ്ങിച്ചു തരാം, ഞാൻ നിനക്കൊരു മൊബൈൽ വാങ്ങിച്ചു തരാം, ഞാൻ നിനക്ക് ഇന്ന സമയത്ത് ഇന്ന രീതിയിൽ നിനക്ക് സഹായം നൽകാം, നിന്റെ മകളെ കെട്ടിക്കാൻ നേരത്ത് ഞാനൊരു 10 പവൻ നിനക്ക് നൽകാം, നിനക്കൊരു 5 സെന്റ് ഭൂമി ഞാൻ നിനക്ക് നൽകാമെന്നൊക്കെ വാഗ്ദാനത്തിൽ ഒരുപാട് വാഗ്ദാനങ്ങളുടെ പെരുമറ കൊണ്ട് ജനങ്ങളുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന ആൾക്കാരെ കരാറ് പൂർത്തീകരിക്കാത്തവൻ ദീനിൽ പെട്ടവനല്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഭയങ്കര ഗൗരവമാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ, മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ലോകാവസാന അടയാളമാണ്. നല്ല ആളുകളെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് വേണം ഓരോ കാര്യങ്ങൾ നമ്മളെ ഏൽപ്പിക്കാൻ. ഓരോ കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആൾക്ക് ദീനുണ്ടോ ഇതൊക്കെ ഉണ്ടോ എന്നൊക്കെ സമൂഹം നാളെ പടച്ചറപ്പിന്റെ ഹിസാബ് പറയേണ്ട വിഷയമാണ്. അല്ലാതെ ആളുകൾ ആരെങ്കിലും ഒക്കെ പിടിച്ച് ഇതിന്റെ മാനേജറാക്കി ഷെയ്ഖാക്കി വെച്ചിട്ട് അവസാനം എന്തെങ്കിലും ഫിത്നായി പോയി എന്ത് കാര്യത്തിൽ ദീനുള്ളവനെയാണ് പ്രാമുഖ്യം കൊടുക്കുന്നത്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ഹദീസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ദീനിന്റെ വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കവേ ബൈനമാ അന്നബിയു യുഹദ്ദിസു അസ്ഹാബഹു, അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് ദീനിന്റെ വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കവേ ഫജാഅ അറാബിയുൻ, ഒരു ഗ്രാമീണനായ മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വരുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, മത്തസാ യാ റസൂലല്ലാഹ്,
നബിയേ നബിയേ ലോകാവസാനം എപ്പോഴാണ് റസൂലേ? എപ്പോഴാണ് ലോകാവസാനം റസൂലേ? അല്ലാഹുവിന്റെ റസൂല് ഫമദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂല് ആ സഹാബത്തിനോട് വീണ്ടും ഹദീസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദീനിന്റെ വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മനുഷ്യന്റെ വർത്തമാനം കേട്ടിട്ടില്ല എന്നവരെ ഒരു വേള സഹാബത്ത് പറയുകയാണ്. ഫഖാലു സഹാബത്ത് പറയുകയാണ് അന്നഹു സമിഅ വകരിഹ മാ ഖാല. ഈ സ്വഹാബി വര്യൻ വന്നുകൊണ്ട് നബിയോട് ചോദിച്ചത് ലോകാവസാനം എപ്പോഴാണെന്ന് ചോദിച്ചത് അല്ലാഹുവിന്റെ റസൂൽ കേട്ടിട്ടുണ്ട്, പക്ഷേ നബിക്കത് വെറുപ്പായി പോയി. ഒരു കൂട്ടം സഹാബത്ത് പറയുകയാണ് ബല്ലം യസ്മഅ, നബി തങ്ങളത് കേട്ടിട്ടില്ല, കേട്ടിരുന്നെങ്കിൽ അതിന് മറുപടി നൽകിയേനെ. അങ്ങനെ ഇരിക്കുമ്പോ ഫഖദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസോ, അല്ലാഹുവിന്റെ റസൂൽ തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്കുള്ള ഉപദേശമെല്ലാം കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ് ഐന സായിലൂ, എവിടെ എന്നോട് ലോകാവസാനം എപ്പോഴാണെന്ന് ചോദിച്ചവൻ എവിടെയാണ്? ഉറാഹു അസായിലു, ആ ചോദ്യകർത്താവ് എവിടെയാണ്? ഉടനെ ആ സഹാബി വര്യൻ വന്നിട്ട് പറയുകയാണ് ഹാ അന യാ റസൂലല്ലാഹ്, നബിയേ നബിയേ ഞാനിതാ ഇവിടെ തന്നെയുണ്ട് റസൂലേ. അല്ലാഹുവിന്റെ റസൂൽ ഉടനെ അവനോട് പറയുകയാണ് ഇദാ ളുയ്യാതിൽ അമാനതു ഫന്തളിരിസ് സആ, ഹക്കടപാടുകളെ ശ്രദ്ധിക്കാതെ പോകുന്ന കാലഘട്ടം വന്നാൽ, ഹക്കടപാടുകളെ ശ്രദ്ധിക്കാതെ പോകുന്ന കാലഘട്ടം വന്നാൽ ലോകാവസാനത്തെ പ്രതീക്ഷിക്കണേ പ്രതീക്ഷിക്കണേ. ജനങ്ങൾക്ക് അവരുടെ അയൽവാസികളോടുള്ള ഹക്കടപാടില്ല, ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള ഹക്കടപാടില്ല, കൂട്ടുകുടുംബാദികളോടുള്ള ഹക്കടപാടില്ല, മാതാപിതാക്കളോടുള്ള ഹക്കടപാടില്ല. ഈ നിലയിൽ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ മുഴുവനും മോശമായ തലത്തിലേക്ക് പോകുന്നതായ കാലഘട്ടം വന്നാൽ ലോകാവസാനത്തെ പ്രതീക്ഷിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഉടനെ ആ സഹാബി ചോദിക്കുകയാണ് കൈഫ യദഅതുഹാ യാ റസൂലല്ലാഹ്, നബിയേ നബിയേ എങ്ങനെയാണ് ഹക്കടപാടുകൾ നഷ്ടപ്പെട്ടു പോകുക? ഹക്കടപാടുകൾ എങ്ങനെയാണ് പാഴായി പോകുക? അല്ലാഹുവിന്റെ റസൂലുടനെ പറയുകയാണ് ഇദാ മുസ്സിദൽ അംറു ഇലാ ഗൈരി അഹ്ലിഹാ, നിങ്ങൾ ഓരോ കാര്യങ്ങളും അതിന്റെ അഖിലുകാരിലേക്ക് തന്നെ ഏൽപ്പിക്കണേ. നിങ്ങൾ ഓരോ നിയമനം നടത്തുമ്പോഴും ഏത് കമ്മിറ്റിയാകട്ടെ ഇസ്ലാമികമായിട്ട് പറ്റിയതാണോ, ദീനനുസരിച്ചിട്ടുള്ള അഖിലുകാരാണോ എന്ന് പരിപൂർണമായി ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ. അല്ലാത്ത ആളുകളിലേക്ക് നിങ്ങൾ കൊണ്ടുവന്ന കർത്തവ്യം കൈമാറിയാൽ അതാണ് ഹക്കടപാടിനെ നഷ്ടപ്പെടുത്തുക എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോന്നും അതിന്റെ അഹ്ലുകാർക്ക് നിങ്ങൾ നിയമനം നൽകുക, എങ്കിലും ശരിയാകും. പിൻവാതിലൂടെ കൊടുക്കാതിരിക്കുക. എല്ലാരും ശ്രദ്ധിക്കേണ്ട കാര്യം, പിൻവാതിലൂടെ നിയമം നടപ്പിലാക്കാതിരിക്കുക. നിയമ നടപടികൾ കാര്യം മനസ്സിലായില്ലേ? അങ്ങനെ കൊടുക്കാതെ എല്ലാ അധികാരികളും ശ്രദ്ധിക്കേണ്ട വിഷയം. ഹദീസ് ഖുർആൻ ലോകത്തെല്ലാവർക്കും ബാധകമാണ്. എല്ലാവരെയും നന്മ പരിശീലിപ്പിക്കുന്ന മതമാണ് വിശുദ്ധ ഇസ്ലാം. നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് മാ മിൻ വാലിൻ യലി റഅയതൻ മിനൽ മുസ്ലിമീന ഫയമൂതു വഹുവ ഖാശുൽ ലഹും ഇല്ലാ ഹറമല്ലാഹു അലൈഹിമുൽ ജന്ന. ഹദീസ് എത്രയാണ്? സമയമില്ല, ഓതി ഓതി തീരുന്നു. ഇഷ്ടം പോലെ ഹദീസ് ഈ വിഷയത്തിൽ. പൊതുപ്രവർത്തനങ്ങളൊക്കെ നിലകൊള്ളുന്ന ആളുകൾ, പള്ളി കമ്മിറ്റി മാത്രമല്ല, പഞ്ചായത്തിന്റെ കമ്മിറ്റിയിലുണ്ടാകും, നാട്ടിലുള്ള ലീഗിന്റെ കമ്മിറ്റിയിലുണ്ടാവും, മറ്റേതുണ്ടാവും, മറിച്ച് ഓരോ കമ്മിറ്റിയിലൊക്കെ ആളുകളുണ്ടാവും. അതിലൊക്കെ പ്രാതിനിധ്യം വഹിക്കുന്നതാകുന്ന സഹോദരങ്ങളുണ്ടാകും, സഹോദരിമാരുണ്ടാകും. പഠിച്ചു വച്ചോ, മദ്രസ കമ്മിറ്റി ആകട്ടെ, പള്ളി കമ്മിറ്റി ആകട്ടെ, ദറസിന്റെ കമ്മിറ്റി ആകട്ടെ, ഉറൂസിന്റെ കമ്മിറ്റി ആകട്ടെ, ഏത് കമ്മിറ്റി ഭാരവാഹികളായിരുന്നാലും പൊതുപ്രവർത്തനങ്ങൾ കിടന്ന് രാഷ്ട്രീയക്കാരായിരുന്നാലും അല്ലാഹുവിന്റെ റസൂൽ പറയാ നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ് മാ മിൻ വാലി യലി റഅയതൻ മിനൽ മുസ്ലിമീന ഫയമൂതു വഹുവ
ഹാശുല്ലഹും ഇല്ലാ ഹറമല്ലാഹു അലൈഹിമുൽ ജന്ന. സഹാബ കേൾക്കണേ, പഠിക്കണേ സഹാബ. മാമിൻ വാലിദ് യലി റഅയതം മിനൽ മുസ്ലിമീന. മുസ്ലിമീങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ഏത് മേഖലകൾ പൊതുമേഖലകളിൽ നിലകൊള്ളുന്ന ആളുകൾ അവരാ മേഖലകൾ നിലകൊണ്ടുകൊണ്ട് കാലഘട്ടത്തോളം പ്രസിഡന്റ് ആകട്ടെ, ചെയർമാൻ ആകട്ടെ, സെക്രട്ടറി ആകട്ടെ, ട്രഷറർ ആകട്ടെ, സമ്പത്തെല്ലാം റോള് ചെയ്തുകൊണ്ട് സ്വന്തം മക്കൾക്കും കുടുംബത്തിനും അന്നമൂട്ടിയിരുന്ന ആളുകളെ പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. ആ പാവപ്പെട്ടതാകുന്ന ജനവിഭാഗങ്ങൾക്ക് നൽകേണ്ടതാകുന്ന അവകാശങ്ങളെ ധ്വംസിച്ചുകൊണ്ട് സ്വന്തം കുടുംബക്കാർക്കും സ്വന്തം രാഷ്ട്രീയക്കാർക്കും നിങ്ങൾ നടത്തുന്നതാകുന്ന ഈ നിയമനങ്ങളുണ്ടല്ലോ, അത് വഞ്ചനയാണ്, വഞ്ചനയാണ്. നിങ്ങൾ തീർച്ചയായും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇല്ലാ ഹറമല്ലാഹു അലൈഹിമുൽ ജന്ന. സ്വർഗ്ഗം അല്ലാഹു നിഷിദ്ധമാക്കുകയാ, സ്വർഗ്ഗം അല്ലാഹു നിഷിദ്ധമാക്കും. കാരണം പാവപ്പെട്ടവരുടെ സമ്പത്ത് എടുത്തുകൊണ്ടാണ് നിങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നത്, നിങ്ങളുടെ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുത്തത്, നിന്റെ ഭാര്യയ്ക്ക് മനോഹരമാകുന്ന ജോലി നീ സംവിധാനിച്ചത്, നിന്റെ കുടുംബങ്ങളെ റാഹത്തായി നിലയിൽ ഊട്ടിയത്, വളർത്തിയത്, നീ നല്ല കാറെടുത്തത്, നീ മനോഹരമായ വീട് സൗധങ്ങൾ പണിതത് എല്ലാം അടിച്ചു മാറ്റിയ സമ്പത്ത് കൊണ്ടാണ് എങ്കിൽ യജമാനന്റെ പോക്കറ്റിൽ നിന്ന് പണമെടുത്തുകൊണ്ട് വീർപ്പിച്ച കീശയാണോ? തൊഴിലാളികളെ പഠിച്ചു വെക്കണേ, മുതലാളിയെ വഞ്ചിച്ചുകൊണ്ട് കിട്ടിയ സമ്പത്താണോ? അറബിയെ തീഖാനയിലാക്കിയിട്ട് ആ പൈസ കൊണ്ട് കിട്ടിയ ധനമാണോ? നീ പഠിക്കേണ്ട പാഠമാണ്, പാഠമാണ്. ഒരു പൈസ പോലും ഹറാമായിട്ടാണ് നീ സമ്പാദിച്ചത് എങ്കിൽ തീർച്ചയായും റസൂൽ എന്ന് പറയുകയാണ്, ഇല്ലാ ഹറമല്ലാഹു അലൈഹിമുൽ ജന്ന. സ്വർഗ്ഗം അല്ലാഹു നിഷിദ്ധമാക്കുമേ, സ്വർഗ്ഗം അല്ലാഹു നിഷിദ്ധമാക്കുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.